ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉദ്യോഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുള്ള ജോബ് വേക്കൻസിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 40ഓളം തസ്തികകളിലായിട്ട് 388 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇത് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്കിതാണ് വേക്കൻസി ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിലേക്ക് 2 പോസ്റ്റാണുള്ളത്. അപ്പോൾ അടുത്ത അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന പോസ്റ്റിലേക്ക് 3 വേക്കൻസി, പബ്ലിക് റിലേഷൻ ഓഫീസർ 1 വേക്കൻസി, സെക്ഷൻ ഓഫീസർ 8 വേക്കൻസി, സീനിയർ അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് 8 വേക്കൻസി, അസിസ്റ്റൻറ്റ് 3 വേക്കൻസി, ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് നമുക്ക് 106 വേക്കൻസിയാണുള്ളത്. അടുത്തായിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഈ തസ്തികയിലേക്കാണ് നമുക്ക് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്, ലെവൽ 1 പേ സ്കെയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടോട്ടൽ 79 വേക്കൻസിയാണുള്ളത്. അടുത്തായിട്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് നമുക്ക് 1 വേക്കൻസി ഉണ്ട്, പേഴ്സണൽ അസിസ്റ്റൻറ്റ് 6 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 22 വേക്കൻസി, റിസർച്ച് ഓഫീസർ 2 വേക്കൻസി, എഡിറ്റർ പബ്ലിക്കേഷൻ എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസി, അടുത്ത ക്യൂറേറ്റർ എന്ന തസ്തികയിലേക്ക് 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ 1 വേക്കൻസി, അടുത്തായിട്ട് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് 1 വേക്കൻസി, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് 8 വേക്കൻസി, കുക്ക് എന്നുള്ള തസ്തികയിലേക്ക് നമുക്ക് 19 വേക്കൻസി ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് മെസ് ഹെൽപ്പർ എന്ന തസ്തികയിലേക്ക് 49 വേക്കൻസി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് 1 വേക്കൻസി ആണുള്ളത്. അടുത്തായിട്ട് ജൂനിയർ എഞ്ചിനീയർ 1 വേക്കൻസി, അടുത്ത വർക്ക് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 16 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ വയർമാൻ, അതുപോലെ തന്നെ വയർമാൻ, ടെലിഫോൺ, കാർപ്പൻ്റർ, മേസൺ എന്നീ ട്രേഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് എഞ്ചിനീയറിംഗ് അറ്റൻഡ് എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് 22 വേക്കൻസി ഉണ്ട്. അടുത്ത ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് 3 വേക്കൻസി, സീനിയർ സിസ്റ്റം അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 1 വേക്കൻസി, അടുത്തായിട്ട് സിസ്റ്റം അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസി, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 1 വേക്കൻസി, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ 1 വേക്കൻസി, ജൂനിയർ ഓപ്പറേറ്റർ 2 വേക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ, അതുപോലെ തന്നെ കാർട്ടോഗ്രാഫിക് അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ ലബോറട്ടറി അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ്, സ്പോർട്സ് അസിസ്റ്റൻറ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്നിങ്ങനെ 40ഓളം തസ്തികയിലായിട്ട് 388 വേക്കൻസിയാണുള്ളത്. അടുത്തായിട്ട് നമുക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പം തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളതാണ് വിവിധ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് ഒന്നാമത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 55% മാർക്സ് വേണം, അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് വിവിധ പോസ്റ്റുകളിലേക്കുള്ള ജോബ് വേക്കൻസി നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 10ാം ക്ലാസ് ഉള്ള മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ സാധിക്കുന്ന ജോബ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ 8ാമത്തെ തസ്തികയായിട്ടുള്ള MTS ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന തസ്തികയിലേക്കാണ് നമുക്ക് മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ സാധിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാലും നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 79 വേക്കൻസിയാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. വിവിധ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് തൊട്ട് താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 37ാമത്തെ തസ്തികയായിട്ടുള്ള ലാബ് അറ്റൻഡൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് +2 സയൻസ് പഠിച്ചെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ സാധിക്കും. അതല്ല +2 സയൻസ് അല്ല, നമുക്ക് 10ാം ക്ലാസ് ആണ് പഠിച്ചെങ്കിൽ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ സയൻസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലാബ് ടെക്നോളജിയിലുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് സയൻസ് പഠിച്ചെങ്കിലും നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ സാധിക്കുന്നതാണ്. മറ്റ് പോസ്റ്റുകളിലൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് വിവിധ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വിവിധ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി വൈസാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് വിവിധ പോസ്റ്റുകൾ, അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റാണെന്ന് അറിയാനായിട്ട് നമുക്ക് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ചാർട്ടിലേക്ക് നമുക്ക് ഏത് ഗ്രൂപ്പ് A ആണോ, ഗ്രൂപ്പ് B ആണോ, ഗ്രൂപ്പ് C ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ MTS പോലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പം ഗ്രൂപ്പ് Bയും അതുപോലെ തന്നെ ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്
അൺറിസർവ്ഡ് ജനറൽ അതുപോലെ തന്നെ EWS അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് കാൻഡിഡേറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫീസും തൊട്ട് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴിയാണ് ഇതിലേക്കുള്ള എക്സാമും മറ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് മാക്സിമം ഏജ് അത് ഉള്ള റിലാക്സേഷൻ നമുക്ക് വിവിധ കാറ്റഗറിക്ക് നമുക്ക് മാക്സിമം ഏജിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിവിധ റിസർവേഷൻ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിവിധ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വിവിധ കാസ്റ്റുകളിലേക്കുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിയുടെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്കെല്ലാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് മാസം 10-ാം തീയതിയാണ് ഈ പോസ്റ്റിലേക്കുള്ള അവസാന തീയതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതുപോലുള്ള ഡെയിലി ജോബ് വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി പുതിയ എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.